ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥയും നവീനും ഒന്നിച്ചോട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ച പോലും നാഗദൈവങ്ങൾ അതിനനുവദിക്കില്ല. അതിന്റെ തെളിവുകൾ ഒന്നല്ലല്ലോ നമ്മൾ കണ്ടത്. നാഗദൈവങ്ങൾ അനുഗ്രഹിച്ചത് കൃഷ്ണയാ. നവീന്റെ ജീവിതത്തിന് കൃഷ്ണ തന്നെ ആകട്ടെ എന്ന് അവര് വിധി എഴുതി കഴിഞ്ഞിരിക്കും. സിത്താരയും ഗാഥയും ഒക്കെ പതുക്കെ അത് മനസ്സിലാക്കിക്കോളും. ഇല്ല മാം, അവർക്കത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിത്താര മാമിനെ സംബന്ധിച്ചിടത്തോളം ഗാഥ പറയുന്നത് എന്താണോ അതാണ് വാസ്തവം. ഗാഥയ്ക്കാണെങ്കിൽ അയാളെ ഭ്രാന്തിയാക്കാൻ ഞാൻ ശ്രമിച്ചു, അതാണ് പറയാനുള്ളത്. എന്താ സുമിത്രേ? അമ്മേ, ഗാഥമോളുടെ പേടി കാരണം നവീൻ അവളെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അത് ഗാഥമോൾക്കൊട്ടും ഇഷ്ടമായില്ല. അവള് സിത്താരയുടെ അടുത്തേക്ക് പോയിരിക്കുക. മുത്തശ്ശി, മുമ്പ് ഞാൻ കണ്ടിരുന്ന എന്റെ ഗാഥയാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. ഒരിക്കലുമല്ല. ഗാഥ അമ്മയുടെ മുത്തശ്ശിയോടൊക്കെ പെരുമാറുന്നതിൽ വ്യത്യാസമുണ്ട്. എനിക്കതാണ് മനസ്സിലാവാത്തെ. മോനെ, ഗാഥമോൾക്ക് അങ്ങനെ പെട്ടെന്ന് മാറാനൊന്നും പറ്റില്ല. അവളുടെ സ്വഭാവം നമ്മൾ അടുത്ത് നിന്ന് കണ്ടതല്ലേ. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ മാറ്റം വരാനാ? സിത്താരയുടെ ആഡംബരങ്ങള് അവൾ സ്വയം വേണ്ടാന്ന് വെച്ചു. കളരിക്കൽ കുടുംബത്തിനോട് ഇണങ്ങിച്ചേർന്നു. ഹോസ്പിറ്റലിൽ നിന്ന് സിത്താരയുടെ അടുത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴും ഗാഥമോൾ എന്താ പറഞ്ഞത്? ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും അമ്മയുടെ സെലക്ഷനാ. നവീന്റെ താല്പര്യമനുസരിച്ചായിരുന്നെങ്കിൽ ഞാനിത് ഇടില്ലായിരുന്നു എന്നല്ലേ? അതിന്റെ അർത്ഥം ആ നിമിഷം പോലും ഗാഥയിൽ ഒരു മാറ്റം ഇല്ലെന്നാ. പക്ഷേ ഇവിടെ വന്ന് വീണ്ടും നാഗത്തിനെ കണ്ടപ്പോ ആ കുട്ടി പതറിപ്പോയി. അവൾക്ക് തന്നെ അവളുടെ മനസ്സ് പിടിച്ചാ കിട്ടാത്ത അവസ്ഥയായി. അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അത്രയൊക്കെ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഒരു ഫലമില്ലാന്ന് തോന്നിയപ്പോ എന്താ മുത്തശ്ശി ഇത്? എല്ലാത്തിനും പരിഹാരം പറഞ്ഞ കൂട്ടത്തില് ഇതിനൊന്നും പറഞ്ഞില്ലേ സിദ്ധൻ? മോനെ, ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിന് കുറച്ച് കാലം എടുക്കും അല്ലേ മുത്തശ്ശി? സത്യത്തില് ഈ വിവാഹത്തിന് മുമ്പ് ഞാൻ എത്രമാത്രം എന്റെ ജീവിതത്തിൽ എൻഗേജ്ഡ് ആയിരുന്നു. കമ്പനി, അതിന്റെ പ്രവർത്തനങ്ങള്, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഞാൻ ഹാപ്പിയായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഒരു നല്ല ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഗാഥയുടെ ജീവിതം അറിഞ്ഞിട്ടുണ്ട്. ഗാഥ ജീവിതത്തില് നല്ല പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷെ അപ്പോഴും ഞങ്ങൾ രണ്ടുപേരും നിയന്ത്രണത്തിന്റെ നടുവിലായിരുന്നല്ലോ. മോൻ സമാധാനിക്കേ. മുത്തശ്ശി ഇതിന് പരിഹാരം ഉണ്ടാക്കിത്തരാം. പതിറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന നാഗശാപം മാറാമെങ്കില് അത് കഴിഞ്ഞുള്ള നിസ്സാര പ്രശ്നങ്ങള് മാറ്റാനാണോ ബുദ്ധിമുട്ട്? നീ വിശ്വസിച്ചോ, നീ സ്നേഹിച്ച നിന്റെ ഗാഥ ഒരു മാറ്റവും ഇല്ലാതെ എന്റെ മോന്റെ കൂടെയുണ്ടാവും. ഹലോ ഗോപാലേട്ടാ. ഞാൻ വെറുതെ വിളിച്ചാന്നേ. ഗോപാലേട്ടൻ എവിടെയാ? ഞാനിവിടെ സിറ്റിയുടെ അടുത്ത് തന്നെ ഉണ്ട്, ടിക്കറ്റുമായിട്ട്. അപ്പോ കൃഷ്ണയോ? വല്ലാത്ത തലവേദനയാണ്, വീട്ടിലോട്ട് പോട്ടേന്ന് ചോദിച്ചു. ഞാൻ പിന്നെ പൊക്കോളാൻ പറഞ്ഞു. അയ്യോ, അവൾക്ക് മരുന്ന് വല്ലതും? ഓ, മരുന്ന് കൊണ്ടൊന്നും മാറുന്ന വേദനയല്ലത്. വഴിയിൽ എവിടെയോ വെച്ച് ഇന്ന് നവീനെ കണ്ടു. അപ്പൊ തുടങ്ങിയതാ. കണ്ടിട്ട് അവര് തമ്മിൽ സംസാരിക്കോ മറ്റോ? ഏയ്, ഒളിച്ചു നിൽക്കാനല്ലേ അതിന്റെ വിധി. അവളുടെ ഉള്ളിൽ മുഴുവൻ നവീന. അതോർത്ത് നേറി നേറി ഇല്ലാതായിക്കൊണ്ടിരിക്കും. ആർക്കും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിഷമിക്കാൻ വരട്ടെ. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്ത്? കാര്യങ്ങള് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവസാനം കൃഷ്ണയിലേക്ക് തന്നെ എത്തുമെന്നാ എനിക്ക് തോന്നുന്നേ. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അതിന് മാത്രം അവിടെ എന്താ പ്രശ്നം? ഗാദി ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. നവീനുമായിട്ട് നല്ല സ്വരച്ചേർച്ചയിലല്ല. നീ സത്യമാണോ പറയുന്നത് സുനന്ദേ? അതേ ഗോപാലേട്ടാ,
ഇനി കളരിക്കലേക്ക് തിരിച്ചു പോകുന്നില്ലെന്നൊക്കെയാ ഗാഥ പറയുന്ന കേട്ടത്. ഇവിടെയുള്ളവരുടെ മനസ്സ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റില്ല. എന്നാലും അവരെ തമ്മിൽ ഒരുമിച്ച് ചേർക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോ നമുക്കിനിയും പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷ കൈവിട്ട് പോയിട്ടില്ല. അതേ ഞാനിപ്പോ പറയൂ. ഒരാളുടെ ജീവിതം തകരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനൊന്നും പാടില്ല. പക്ഷേ ന്യായം കൃഷ്ണയുടെ പക്ഷത്ത്. ദൈവം അതാണ് തീരുമാനിക്കുന്നെങ്കിൽ നമ്മൾ അതങ്ങ് സ്വീകരിക്കുക തന്നെ. അങ്ങനെയാണെങ്കിൽ എത്ര നന്നായിരുന്നു. ആ കൊച്ചിന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഒന്ന് തോർന്നു കണ്ടാൽ മതിയായിരുന്നു എനിക്ക്. ഗോപാലേട്ട ഫോൺ വെച്ചോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സൂത്രത്തിൽ ഞാനൊന്ന് അറിയാൻ നോക്കട്ടെ. ആ ഞാൻ വരുമ്പോ വിശദമായിട്ട് പറയാം. ആ ശരി. ഭഗവാനെ, സുനന്ദ ചിന്തിക്കുന്നതൊക്കെ സത്യമായാൽ മതിയായിരുന്നു. എന്റെ കൃഷ്ണമോൾക്ക് അത്ര സങ്കടമുണ്ട്. നന്ദ എത്ര ഉത്സാഹത്തോടെ ഓടി നടന്നിരുന്നവനാ നവീൻ. അവന്റെ നിപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതെ അമ്മേ, നേരിൽ കണ്ടാലും അവനൊന്നും പറയാനില്ലാത്ത അവസ്ഥ. തല താഴ്ത്തിയുള്ള നടത്തം. ഗാഥ സിത്താരയുടെ വീട്ടിലേക്ക് പോയത് അവനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഗാഥ ഇപ്പൊ പോയതല്ല അവനെ ബാധിച്ചിരിക്കുന്നേ, ഗാഥയിലുള്ള മാറ്റോ. കൃഷ്ണയുടെ സ്നേഹം അടുത്തു നിന്നറിഞ്ഞ ഒരാൾക്ക് ഗാഥയെ ഉൾക്കൊള്ളാൻ അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. മാത്രമല്ല, തിരിച്ചു വന്ന ഗാഥ എങ്ങനെയാണ് എല്ലാവരോടും ഇടപെടുന്നതെന്ന് കാണുന്നതുമല്ലേ. ഇതിനിപ്പോ എന്താ അമ്മ ഒരു പ്രതിവിധി? കാലാകാലത്തിന് അവനിങ്ങനെ നടന്നോട്ടേന്നാണോ? ഗാഥയും നവീനും ഒന്നിച്ചോട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ച പോലും നാഗദൈവങ്ങൾ അതിനനുവദിക്കില്ല. അതിന്റെ തെളിവുകൾ ഒന്നല്ലല്ലോ നമ്മൾ കണ്ടത്. നാഗദൈവങ്ങൾ അനുഗ്രഹിച്ചത് കൃഷ്ണയാ. നവീന്റെ ജീവിതത്തിന് കൃഷ്ണ തന്നെ ആകട്ടെ എന്ന് അവര് വിധി എഴുതി കഴിഞ്ഞിരിക്കും. പിന്നെ മനുഷ്യരായ നമ്മള് അത് തിരുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാം നവീനോട് തുറന്നു പറയാൻ സമയമായി എന്നാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? നവീനോട് പറയണം. പക്ഷെ അതിനു മുമ്പ് വ്യക്തമായ ഒരു തീരുമാനം എടുക്കേണ്ടത് വേറൊരാളാ, കൃഷ്ണ. അതെങ്ങനെയാ? കൃഷ്ണമോൾ ഇതിന്റെ ഇടയില്? നമുക്ക് നവീന്റെ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. കൃഷ്ണമോള് നവീനോടൊപ്പം ഉണ്ടായിരിക്കണം. അവന്റെ ജീവിതം എന്നെന്നും സന്തോഷമായിരിക്കണം. ഞാനൊന്ന് കൃഷ്ണയുടെ അടുത്ത് പോയാലൊന്ന് ആലോചിക്കുക.